സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ ഒരു വാർത്ത എന്ന് വെച്ചാൽ കണ്ണിന് കുളിർമയും മനസ്സിന് സന്തോഷമൊക്കെ നൽകുന്ന ഒരു വാർത്തയാണ്. രാഹുലിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റവും കൂടുതൽ ക്രൂശിച്ച ഒരു വ്യക്തിയാണ് റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ. അപ്പോൾ ഈ അരുൺകുമാറിനെ ഇഷ്ടമല്ലാത്ത ആളുകൾ, വെറുക്കുന്ന ആളുകൾ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം. എത്ര ആളുകൾ അരുൺകുമാറിനെ വെറുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് ലൈക്ക് അടിച്ചേക്കണേ. ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അരുൺകുമാർ എന്നൊരു മാധ്യമ പ്രവർത്തകനെ എനിക്ക് ആദ്യം ഭയങ്കര ഇഷ്ടമായിരുന്നു. റിപ്പോർട്ടർ ടി വിയൊക്കെ ഒരുപാട് കാണുന്നൊരു വ്യക്തിയാണ്. ഇപ്പോഴും കാണുന്നതല്ല, ഇപ്പോഴും കാണും. ആദ്യം ഈ അരുണിൻ്റെ ഒരു ധാർമ്മികതയുണ്ടായിരുന്നു. പിന്നെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെ, പൈസ മേടിച്ചിട്ട് ആരെയൊക്കെയോ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയപ്പോഴാണ് അരുൺകുമാറിനോട് എനിക്കൊരു വിയോജിപ്പ് വന്നു തുടങ്ങിയത്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കാൻ, തകർക്കാൻ കൂട്ടുനിന്ന ആളുകൾക്കല്ല ഇപ്പോൾ 8ൻ്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോ ആളുകളെ ചീട്ടിങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ്, കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് ഒരു ശക്തമായിട്ടൊരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത്, അതുപോലെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നവരെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരൊക്കെ ക്രൂശിച്ചോ അവർക്കൊക്കെ പെട്ടിൻ്റെ പണി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സുജയ പാർവതി. ഇപ്പം റിപ്പോർട്ടർ ടി വിയിൽ നിന്നും മറുകണ്ഠം ചാടിയിട്ട് ബിഗ് ടി വിയിലേക്ക് പോയിട്ട് ഇപ്പം എന്തായി? അവിടെ ഒരു ജോലിയില്ല, ഒരു കൂലിയില്ല, ഒരു പണിയില്ലാതിരിക്കുക. എത്രയോ മാസം 10-12 ലക്ഷം രൂപ സാലറി ഓഫർ ചെയ്തിട്ടാണ് ബിഗ് ടി വി സുജയ പാർവതിയെ അതിലേക്ക് കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പം എന്തായി? ചാനലിന് ഒരു റീച്ചും ഇല്ല, ഒരു ഗ്രോത്തും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും അടിച്ചിരിക്കേണ്ട അവസ്ഥ വന്നു അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒരേ ഒരു കാര്യമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു അമ്മയുടെ കണ്ണീരിൻ്റെ അവരെ ഒരു ശാപം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അത് തന്നെയാണ്, ആ അമ്മയുടെ കണ്ണീരിൻ്റെ ഒരു ശാപം തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ആ അമ്മയൊക്കെ എന്തുമാത്രം വേദനിച്ചു പോകും, എന്തുമാത്രമാണ് ഇവരൊക്കെ ക്രൂശിച്ചത് ഈ ഒരു വ്യക്തിയെ അല്ലേ? എന്തോ ആയിക്കോട്ടെ, രാഷ്ട്രീയപരമായിട്ട് എന്ത് കാണിക്കാം. പക്ഷേ ഇത് ഇച്ചിരി കടന്നു പോയെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലേ? ഒരു മനുഷ്യനെ തേജാവധം ചെയ്യുന്നതിൻ്റെ അങ്ങേ അപ്പുറം ഇതുപോലൊരു ലേബൽ കൊണ്ടിട്ടിട്ട് ഇന്നും ആ രാഹുലിൻ്റെ അമ്മയും അവരുടെ ഫാമിലിയൊക്കെ എന്തുമാത്രം ഇതിൻ്റെ പേരിൽ വേദനിക്കുന്നുണ്ടെന്ന് നമുക്കിതിലൂടെ തന്നെ മനസ്സിലാക്കാം. അവരെയൊക്കെ കണ്ണീരിൻ്റെ ആ ഒരു വേദനയുടെ ഒരു ശാപമാണ് ഇപ്പോൾ ഇവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് വേറെ ആരും. അപ്പോൾ ഇന്ന് അരുൺകുമാറിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അരുൺകുമാർ നല്ലൊരു മാധ്യമ പ്രവർത്തകനായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്, എന്നാൽ നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ച് ഈ പറഞ്ഞ പോലെ ആർക്കൊക്കെയോ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് പോലെ തോന്നിപ്പോയി. ആരെയൊക്കെയോ അങ്ങ് ഇല്ലായ്മ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് എന്തൊക്കെയോ മേടിച്ചിട്ട് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിപ്പോയി. അതുപോലെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലും അരുൺകുമാർ എടുത്തൊരു നിലപാട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഷീറ്റ് കീറിക്കൊണ്ടിരിക്കുമെന്ന് പറയുമല്ലേ, അതാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം റിപ്പോർട്ടർ ടി വിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം കിറ്റക്സ് സാബു, എൻ ഡി എയുടെ നേതാവാണ് കിറ്റക്സ് സാബുവിനെ അറിയാലോ, ഇന്ത്യയിൽ BJP-യിലേക്ക് ചാടിയ സാബു കൊടുത്തേക്കുന്ന പരാതിയിൽ ഇപ്പം ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല എന്നൊക്കെ ഉള്ള ഇതിൽ ഇരിക്കുവാണ്. മിക്കവാറും ചാനൽ പൂട്ടിക്കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ അരുൺകുമാർ മരമുറിയുമായിട്ട് പഴയതുപോലെ തന്നെ രംഗപ്രവേശനം ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. വേറെ ജോലി ഇല്ലെങ്കിൽ പിന്നെ ഈ മരമുറിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അരുൺകുമാർ നിങ്ങളൊരു പഴയ വാളൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി വെച്ച് ഒന്ന് മിനുക്കിയെടുക്കുന്നതൊക്കെ നന്നായിരിക്കും. കാരണം ഉടനെ ജോലി പോകുമല്ലോ. ഇപ്പോൾ വേറെ കോമഡി, അതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല, ഇപ്പം UDF അധികാരത്തിൽ വരുമെന്ന് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്ത ഒരു തോന്നൽ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇപ്പോൾ UDF-നെ വെളുപ്പിക്കാനെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഉദാഹരണമായിട്ടുള്ള ഇൻ്റർവ്യൂ ഒരുപാട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനെ സോപ്പിടാനെ കൊണ്ട് നടക്കുന്നൊരു അരുൺകുമാറിനെയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ വരെ ഭരണപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അരുൺകുമാറിനെയാണ് കണ്ടത്. പക്ഷേ ഇപ്പം പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അരുൺകുമാറിനെയാണ് ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കങ്ങനെ ഫീൽ ചെയ്ത കേട്ടോ. അപ്പം എന്തായാലും ഞാൻ സംഭവം ഒന്ന് വായിച്ചു തരാം. അപ്പം ഭാസ്കരൻ നായർ അജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിനുശേഷം ഞാൻ ആ വാർത്തയുടെ ഒരു ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്താം. കണ്ണിന് ആനന്ദം, കാതിന് കുളിർമ, റിപ്പോർട്ടർ ചാനൽ ചത്തു,
എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തകൾ റിപ്പോർട്ടർ ചാനലിലെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചു. ഇനി ഡോക്ടർ അരുൺകുമാറിന് പഴയ ജോലിയായി മരമുറി ധൈര്യമായി തുടരാം. നല്ല കഴിവുള്ള ആളായിരുന്നു അരുൺകുമാർ. പക്ഷേ ആർക്കൊക്കെ വേണ്ടിയിട്ട് പൈസയാണല്ലോ മെയിൻ. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്നുള്ള രീതിയിലായിപ്പോയി ഇവൻ്റെ ഈ ഒരു രീതി. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം അരുൺകുമാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ രാഹുലിലേക്ക് വിഷയം വന്നപ്പോഴത്തേക്ക് എന്തോ ഒരു കോപ്രായങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അല്ലേ. രാഹുലിൻ്റെ വിഷയം, രാഹുൽ ഒളിവിൽ പോയി, രാഹുൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, കക്കൂസി പോയി തൂറാൻ പോയി, അത് പിടിക്കാൻ പോയി, പോകുന്നിടത്തെല്ലാം ഒരു ക്യാമറയും കൊണ്ടങ്ങ് പോവാം. എനിക്ക് തോന്നുന്നു മറ്റേ ദിലീപിൻ്റെ കേസിലും അങ്ങനെ ആയിരുന്നു. ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വ്യക്തിയുടെ അനുവാദമില്ലാതെ പ്രോപ്പർട്ടിയിലൊക്കെ ഡ്രോൺ പറത്തിന് റിപ്പോർട്ടർ ചാനലിനെതിരെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചില കാര്യങ്ങളിൽ എന്തോ ഒരു അജണ്ട എടുത്ത് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാർത്താ ചാനലായ റിപ്പോർട്ടർ ടിവിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. സർക്കാരിൻ്റെ ലൈസൻസ് പിൻവലിച്ചു. ചാനലിൻ്റെ ലൈസൻസ് നിയമവിരുദ്ധമായാണ് കൈമാറിയതെന്ന് ആരോപിച്ച് 2020 ചീഫ് കോർഡിനേറ്ററും കിറ്റെക്സ് ഗ്രൂപ്പ് ചെയർമാനുമായ സാബു എം ജേക്കബ് സമർപ്പിച്ച ഹർജിയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഹൈക്കോടതിയിൽ ഈ നിർണായക വിവരം അറിയിച്ചത്. റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈസൻസ് ഉടമകളായ ഇൻഡോ ഏഷ്യൻ കമ്പനിയുടെ ഡയറക്ടർമാരായ MB നികേഷ് കുമാർ, റാണി വർഗീസ് എന്നിവർക്ക് ചാനൽ നടത്താൻ നിയമപരമായ അവകാശമില്ലെന്നാണ് സാബു എം ജേക്കബിൻ്റെ പ്രധാന വാദം. നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും മറികടന്നാണ് ചാനലിൻ്റെ ലൈസൻസ് കൈമാറ്റം നടന്നതെന്നും ഈ വിവരം ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഫോർം 3 കടലിടുക്കിലെ സുരക്ഷയെക്കുറിച്ച് ലോക നേതാക്കൾ ചർച്ച ചെയ്യുന്നത് പോലെ രാജ്യത്തിനകത്തെ മാധ്യമ സ്ഥാപനങ്ങളുടെ സുരക്ഷാ ക്ലിയറൻസ് അതീവ പ്രാധാന്യത്തോടെയാണ് കേന്ദ്രം കാണുന്നതെന്ന് വെച്ചാൽ ചാനലിന് പൂട്ട് വീണു എന്നർത്ഥം. ലിങ്ക് കമൻറ്റ് ബോക്സിൽ. ഓക്കെ, അത് ഞാൻ നോക്കുന്നില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കിറ്റെക്സ് സാബു വാർത്താമാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം തന്നെ നടത്തുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. 2 വർഷമായിട്ട് ഒരു ചാനൽ ബേസിക് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും അത് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ലൈസൻസും ഇല്ലാതെ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ അനുവദിച്ചു, എന്തുകൊണ്ട് ആരും ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളത്. അത് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഞാനൊരു മുന്നണിയിൽ ചേർന്നാൽ ED അന്വേഷണത്തെ എനിക്ക് ഒഴിവാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരു കഴിവില്ല എന്നുള്ളതല്ലേ താങ്കളുടെ ചോദ്യത്തിൽ വരുന്നത്? അങ്ങനെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ കോടതിയിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ റിപ്പോർട്ടർ TV ആണോ? ചോദ്യത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട്, നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണത്. നിങ്ങളുടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ വന്ന് പറയാണ് ഈ കമ്പനി നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ ബോർഡിന്റെ ലൈസൻസ് ഇല്ല, ഇതിന്റെ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്ത് കാണിക്കാൻ ബാധ്യസ്ഥനല്ലേ? നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ മീഡിയയിൽ ഞാൻ ചോദിച്ചതാ, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ കൂടി പുറത്തുവിട്ടില്ല? നിങ്ങൾക്ക് ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിട്ടില്ല? നിങ്ങൾ സമൻസ് വിട്. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ നിങ്ങളടക്കം നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒന്നല്ലേ നിങ്ങൾ സംസാരിക്കൂ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, ഞാൻ ഉത്തരം. ഒരു കാര്യം തന്നെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നിയമവിരുദ്ധമായിട്ട് ലൈസൻസ് ഇല്ല. അപ്പൊ താങ്കൾക്ക് എന്ത് അടിസ്ഥാനമായിട്ട് അത് വ്യക്തമാക്കണ്ടേ? എങ്കിലേ ഒരു സാധനം സ്റ്റാൻഡ് ചെയ്യുള്ളൂ. പറഞ്ഞു കഴിഞ്ഞോ? ഇടയ്ക്ക് സംസാരിക്കരുത്. ഓക്കെ, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ മറുപടി പറയണമെങ്കിൽ നിങ്ങൾക്കൊരു ചാനൽ നടത്താനോ എന്നെ പോലെയുള്ള ഒരാളോട് ചോദ്യം ചോദിക്കാനോ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയുന്നു. അതായത് നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ചാനൽ നടത്താനായിട്ടുള്ള നിയമമില്ല. ഓക്കെ, കണ്ടല്ലോ. ഇത് നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകനോ അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു ധാർമ്മികതയുണ്ട്. സത്യത്തിൽ ഈ അരുൺകുമാറിൻ്റെ കേസിന് ആ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും മോനെ അരുണെ, കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കർമ്മ അത് തിരിച്ച് കിട്ടിയിരിക്കും. രാഹുൽ മാങ്കൂട്ടം എന്നൊരു വ്യക്തിയെ എന്തുമാത്രമാണ് നിങ്ങൾ ക്രൂശിച്ചത്. നിങ്ങൾ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ച് കാണത്തില്ല. ആ വ്യക്തിയുടെ മാതാപിതാക്കൾ
സഹോദരങ്ങൾ, ഫാമിലി, ഇതൊക്കെ നിങ്ങൾ ഈ ക്രൂശിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങൾ അത്രമാത്രം വാക്കുകളാണ്, അത്രമാത്രം രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം നിങ്ങൾ എടുത്തിട്ട് ശരിയാണ് ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി പല പരിപാടികളും ചെയ്യും. പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെയാണ് കർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് ഇപ്പം നമ്മൾ കാണുന്നതല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കേസിലും പുള്ളിക്ക് വിജയമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയമാണ്. ഇപ്പം റീസെൻ്റായിട്ട് തന്നെ പരാതിക്കാരികളുടെ പരാതി വരെ തള്ളി സുപ്രീം കോടതി അല്ലേ? അവിടെയും രാഹുലിനാണ് വിജയം. അപ്പം രാഹുൽ എന്നൊരു വ്യക്തി നിരപരാധിയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത്? അങ്ങനെയുള്ളൊരു വിഷയത്തിൽ വേറെ ആർക്കോ വേണ്ടിയിട്ട്, വേറെ ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരാളിങ്ങനെ ക്രൂശിക്കുന്നത്, പൈസ മേടിച്ചിട്ട് കോടികൾ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇങ്ങനെ ക്രൂശിക്കുമ്പോഴത്തേക്ക് ഒന്ന് ഓർക്കുക, ആ പൈസയൊക്കെ നമ്മളെ ഫാമിലിക്ക് വേണ്ടി നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക്, നമ്മളെ ഫാമിലിക്ക് ആ പൈസ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്ന് ഓർക്കുക, അതൊക്കെ ഒരു അമ്മയുടെയും സഹോദരങ്ങളുടെയും കണ്ണീരിൻ്റെ വിലപേശലാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അരുൺകുമാർ എന്നൊരു വ്യക്തിയുടെ ചീട്ട് മിക്കവാറും കീറാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിനി ഇവിടെ ഒരു ക്ലിപ്പും കൂടെ വെച്ച് തരാം. അരുൺകുമാർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലൊരു പ്രതികരണം നടത്തുന്നുണ്ട്. ഇത് രാഹുലിൻ്റെ വോയിസ് അല്ലെങ്കിൽ ഞാൻ രാജിവെച്ച് പോകുന്നൊക്കെ പറയുന്നൊരു ഇതാണ്. രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ വോയിസ് ആണെന്ന് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇത് വിഷയം അതല്ല. പരസ്പര സമ്മതത്തോടു കൂടി നടന്നിട്ടുള്ള ഈ പ്രവൃത്തിയിൽ ഒരാളെ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാക്കുന്നത്? ഒരാളെ മാത്രം അല്ലേ? അപ്പം അത് ഞാനിവിടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങൾ കണ്ടു. ഇതിപ്പം രാജിവെച്ച് പോകേണ്ടി വരത്തില്ല. ചാനലും മിക്കവാറും പൂട്ടിക്കെട്ടുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ മിക്കവാറും വരും. പിന്നെ ഈ പറഞ്ഞ പോലെ പഴയതുപോലെ മരമുറിയുമായിട്ട് പോകാമെന്നാണ് ഇതിനകത്ത് രാജേന്ദ്രൻ നായരും പറയുന്നത്, ജനങ്ങളും പറയുന്നത്. അതാണ്ട് കണ്ണിന് ആനന്ദം, കാതിന് കുളിർമ. റിപ്പോർട്ടർ ചാനൽ ചത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത ചെയ്ത റിപ്പോർട്ടർ ചാനലിലെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചു. ഇനി ഡോക്ടർ അരുൺകുമാറിന് പഴയ ജോലിയായ മരമുറി ധൈര്യമായി തുടരാമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പം ഞാൻ ആ ക്ലിപ്പും കൂടെ വെച്ചുതരാം, നിങ്ങളത് കണ്ടു. ഓക്കെ, ഞാൻ വെല്ലുവിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉത്തരവാദിത്വത്തോടു കൂടി. ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? ആ ശബ്ദം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ, ആ ശബ്ദം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കരുതിയാൽ ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം വിളിച്ച് അവസാനിപ്പിക്കാം. പക്ഷേ അതില്ലാത്തിടത്തോളം കാലം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ആ ശബ്ദം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടിയുമായി നടത്തിയ സംഭാഷണത്തിൻ്റെതാണെങ്കിൽ, അത് ആ പെൺകുട്ടി അനുഭവിച്ച ഒരു ചിത്രം, ഒരു വിഷമത്തിന്റെ, വേദനയുടെ ചിത്രമായി കേരളം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലും ആ പദവിയിൽ ഇരിക്കാതെ രാജിവെച്ച് ഒഴിയണം. അയാൾ ഒഴിയൂല. ഞാൻ വെല്ലുവിളിക്കുകയാണ്. കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്? ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാണ്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.